ഈ ഒരു പ്ലാന്റ് 800 രൂപയ്ക്ക് കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ? ഇതിന്റെ ഇപ്പൊ കാലപ്പഴക്കം എത്രയാണ്? 3 വർഷം കാലപ്പഴക്കമുള്ളത് നമുക്ക് 800 രൂപയ്ക്ക് കൊടുക്കാന്ന് പറയുന്നത്. നമ്മുടെ നഴ്സറിയിൽ കൊടുക്കാനായിട്ടുള്ള ബേറാപ്പിൾ ആണുള്ളത്. ബേറാപ്പിൾ ഇതൊക്കെ വലിയ വലിയ കായ് വരും കേട്ടോ. ഇതിന്റെ ഡബിൾ വലുപ്പുണ്ടോ ഒക്കെ വിളിച്ച് അവർ അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അടുത്ത നഴ്സറികളിലൊക്കെ അന്വേഷിക്കുക, അതിൻ്റെ ശേഷം കൊടുക്ക് വിളിച്ചാൽ മതി. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി വിശേഷങ്ങളാണ്. ഇന്ന് ഇവിടുന്ന് ഒരുപാട് വലിയ പ്ലാന്റുകൾ കോഴിക്കോട്ടേക്ക് പ്ലാന്റേഷന് വേണ്ടിയിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് കാണാൻ മാക്സിമം ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് ബഷീർ. മലപ്പുറം ജില്ലയിൽ മുണ്ടേങ്ങര എടവണ്ണ, മഞ്ചേരിന്ന് നേരെ നിലമ്പൂർ റോഡ് എടവണ്ണയിലാണ് ഉള്ളത്. മുണ്ടേങ്ങര കാർഷിക നഴ്സറിയാണ് നമ്മളെ കടൻ്റെ പേര്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ബഷീർഖാന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വലിയ പ്ലാന്റുകളല്ല മെയിനായിട്ട്, ഒക്കെ വലിയ വലിയ പ്ലാന്റുകൾ നമുക്ക് കയറ്റി പോസ്റ്റ് മാതിരുന്നുണ്ട് ലോഡാക്കാല്. അതായത് നമ്മൾ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ? നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷിപ്പിംഗ് ആവുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ വാങ്ങേണ്ടി വരും അല്ലേ? അത് റൂട്ട് ഡെയിലി പോകുന്ന ഒരു പരിപാടി നമ്മുടെ അടുത്തില്ല, എത്തിപ്പോണില്ല. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വലിയ പ്ലാന്റുകളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഏതൊക്കെയുള്ളത്? ഇതിപ്പോൾ സപ്പോർട്ടൻ്റെ തായ് ജംബോ സപ്പോർട്ടാണ്. ഒക്കെ വലിയ വലിയ നിറച്ച കായും പൂവ് തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ സപ്പോർട്ടോട് കൂടെ തന്നെയാണ് കേട്ടോ. ഇഷ്ടമാതിരി കായോട് കൂടിയുള്ള സപ്പോർട്ടുകൾ തന്നെ ഇഷ്ടമാതിരി ഉണ്ട്. ഫുള്ളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം സപ്പോർട്ട് തന്നെയാണല്ലേ? സപ്പോർട്ട് തന്നെ. നമുക്ക് വേറെ ഉണ്ട് സപ്പോർട്ടൊക്കെ നമുക്ക് കാട്ടി കൊടുക്കാം. ഇപ്പൊ ഈ ഒരു സപ്പോർട്ടിന്റെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ എന്താണ് റേറ്റ് ഈടാക്കണേ? ഇത് കലാപതി എന്ന് പറഞ്ഞതിന് 800 രൂപ നമ്മൾ വാങ്ങണുള്ളൂ. ഇത്രയും വലുത് വല്ല കായ്കളും നിറച്ച്. ഇത് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉള്ള തന്നെ കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഫ്രൂട്ട് തിങ്ങി നിറഞ്ഞിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇഷ്ടമായുണ്ട്, കായൊക്കെ ഉള്ളിലാണ്. ഇതിന് നമ്മൾ 800 രൂപ ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ വേണമെങ്കിൽ തോട്ടവും സെറ്റ് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം വീട്ടുകാർക്കും ഇൻഡോറും ഔട്ട്ഡോറും സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കുളമ്പാണ് ഇപ്പൊ ഒക്കെ കായും പൂവായിക്കുക. ഓ, കുളമ്പ് പൂവായിട്ട് കായ് തന്നെയാണ് ഇഷ്ടമാണ്. കണ്ണിമാങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമുക്ക് 1500 രൂപ കൊടുക്കാം. 1500 കൊടുക്കല്ല ഇത്രയും വലുത്? അല്ല, മാങ്ങയോടുകൂടി. അതേപോലെ കാലാപ്പാടി അല്ലേ നിൽക്കണേ? ഇത് കാലാപ്പാടി സെയിം റേറ്റ് തന്നെയാണോ? അത് സെയിം റേറ്റ് തന്നെ. റേറ്റ് ഒന്നും പറയല്ല, റേറ്റൊക്കെ പൊളിക്കട്ടെ. ഒഴിഞ്ഞ് പൊളിക്കുക, മാക്സിമം നമ്മൾ കുറച്ച് കൊടുക്കും. റേറ്റ് അല്ല നമ്മൾ പറയേണ്ടത്. റേറ്റൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് പൊളിക്കുക ഫോണിൽ കൂടെ, അല്ലെങ്കിൽ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറയ്ക്കാവുന്നതിന്റെ മാക്സിമം കുറയ്ക്കല്ലേ? അടിപൊളി വലിയൊരു മാംഗോസ്റ്റിന്റെ പ്ലാന്റ് തന്നെ. എത്ര വർഷം? 6 വർഷം കഴിഞ്ഞതാണ്. 6 വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണല്ലേ? ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല മൂപ്പ. അതിന്റെ കട ഇതാ നോക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എത്രയാണ് ഈടാക്കണേ? നോക്കണ്ടേ. ഇതിനെങ്ങനെ റേറ്റ്? 400 ഏതായാലും ആവും. 400 ആവും. കാരണം ഇതിന്റെ ഈ ഒരു ഹൈറ്റിലേക്ക് എത്താൻ അത്യാവശ്യം സമയം നമുക്ക് വേണം. അതെ, ഹൈറ്റല്ല നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ പ്രായമാണ്. 6 വർഷം പഴക്കല്ലേ? 6 വർഷം കഴിഞ്ഞത്. ഓക്കെ, ഇതേതാ മാവ്? ഇത് മൂവാണ്ടന്റെ. ഇത് തോന്നുന്നു 2 ആൾ ഹൈറ്റ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ റേറ്റ്? മൂവാണ്ടനൊക്കെ ഒരു 3500 ഒക്കെ ആവും. ഇതിന് 3500 ഒക്കെ ആവും. കാരണം അത്യാവശ്യം പ്രായമുണ്ട്. ഇത് എത്ര? 30 കവറാണ്. ഇതിന്റെ പഴക്കം എത്രയാണ്? പഴക്കതായതാണ്. പഴക്കമൊക്കെ 2 വർഷം കഴിഞ്ഞതാ. 2 വർഷം കഴിഞ്ഞാണല്ലേ? 3 വർഷമൊക്കെ ആയിക്കണത്. ഇത് കാലാപ്പാടി മാവ് നമ്മൾ മാങ്ങോട് കൂടി 800 രൂപ ഒക്കെ കൊടുക്കണേ. ഇത്രയായിട്ടുള്ള പ്ലാന്റ് മാങ്ങയോട് കൂടിയിട്ട് 800 രൂപയ്ക്ക് നമ്മളിതുവരെ കൊടുത്തൊക്കെ തന്നെയാണ്. ഇവിടെ കുറെ ഉണ്ടായിനി, വലിയ വലിയ മാങ്ങ ആയതുണ്ടായിനി. ഇതൊക്കെ അതിന്റെ തൈകൾ തന്നെയാണ് കേട്ടോ. പല സൈസും ഉണ്ട്. ഇപ്പൊ മോഡലുകൾ പല മോഡൽ എത്തി. പ്ലെയിൻ റെഡ് ആണ്, അതിനാണ് ഇപ്പൊ ഏറ്റവും ഡിമാൻഡ്. ഓക്കെ, ഈ മോഡൽ വെച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പ്ലെയിൻ റെഡ് അതിനെങ്ങനെ റേറ്റ് തന്നെ? അത് 400 രൂപ. നമ്മള് തൃശ്ശൂർ 450 ഹോൾസെയിൽ വില. ഹോൾസെയിൽ റേറ്റ് തന്നെ അല്ലേ? ഇവിടെ എന്നാലും ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ 130 രൂപ.
ആ റേറ്റ് വരുള്ളൂ ഈ ചട്ടിയിലൊക്കെ ഉള്ളതല്ലേ? ഈ കാണുന്ന ഈ വെരിഗേറ്റഡോ? അതിന് വില കൂടിയാ. വെരിഗേറ്റഡിന് എത്ര വരുന്നത്? 250. 250 വരും അല്ലേ? ബാക്കിയൊക്കെ 130 ഇവിടെ കാണണല്ലേ? ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ കാലാപ്പാടി ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ അറ്റ്മോസ്ഫിയർ ഒരു വിധം ഒക്കെ എല്ലാം പൂവിട്ടിട്ടുണ്ടല്ലേ? ആ പോയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ വലുതാണ് അനുസരിച്ച് ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോകാൻ ഇഷ്ടംമാതിരി ഉണ്ടായി. പായോട് കൂടി തന്നെ ഉണ്ടായി. നമ്മളെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇവിടെ ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവില്ലേ? എപ്പോഴും ഉണ്ടാവും. ഇത് വേണമെങ്കിൽ സെറ്റാക്കി കൊടുക്കുകയും ചെയ്യും. ഇത് കുളമ്പ് മാവ്, നല്ലൊരു മാവാണ്. വീട്ടിൽ വെക്കാൻ പറ്റിയൊരു മാവ് തന്നെയാണ്. കവറിൽ വെച്ച് സെറ്റ് ആക്കി വെച്ചാണല്ലേ ഇത്? ആ അതെ അതെ. നമുക്ക് എങ്ങനെ ചോദിക്കണത് ഇതിന്റെ റേറ്റ്? ഇത് റേറ്റ് അല്ല, അതൊക്കെ ഇപ്പൊ നമുക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനല്ല. ഇന്ന് കയറി ഇന്ന് കയറ്റി പോവാണല്ലേ? ഇതേപോലെ പ്ലാന്റുകൾ വേണമെങ്കിൽ ബഷീർ ഖാനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒപ്പിച്ചെടുത്തൂടെ? അതെ, എന്തേ ഇഷ്ടമായിട്ടുണ്ട്. തൊട്ട് മുന്നിൽ നമ്മളെ പുലാസ ഇരിക്കുന്നു. പുലാസാണ്, വലുതൊക്കെ കഴിഞ്ഞതാണ്. അടിപൊളി പ്ലാന്റ് ഉള്ളത്. തൈകളുണ്ടായി, വലുതൊക്കെ കഴിഞ്ഞു. ഇനി എത്തിയിട്ട് വേണം. പുലാസ എത്ര റേറ്റ് മുതലുള്ള നമ്മളെ അടുത്ത് ഉണ്ടാവലുണ്ട്? നമ്മൾ 400 റുപ്യ മുതൽ ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. അത് ഹോം ഗ്രൗണ്ടിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട് ചെറുത്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കട്ടോ. ഈ ഭാഗത്തൊക്കെ കാലാപ്പടി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതൊരു മാവ് മാങ്ങയോട് കൂടെ നിൽക്കുന്നുണ്ടല്ലോ, ഏതാ? കോട്ടർകോൺ അല്ലേ? അതൊക്കെ 800 റുപ്യന്റെ റേഞ്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു പ്ലാന്റ് 800 റുപ്യക്ക് കൊടുക്കാം? ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ? ഇതിന്റെ ഇപ്പൊ കാലപ്പഴക്കം എത്രയാണ്? ഇത് 3 വർഷമായതാണ്. 3 വർഷം കാലപ്പഴക്കമുള്ളത് നമുക്ക് 800 റുപ്യക്ക് കൊടുക്കാന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു പ്ലാന്റ് ഒന്നല്ലല്ലോ, നമ്മുടെ അടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് ഇല്ലേ ഈ കണ്ടതൊക്കെ? അതായത് മാങ്ങ ഇല്ലെങ്കിൽ ഇതേ ബാച്ചിലുള്ള പ്ലാന്റുകൾ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഇവിടെ ബഷീർ ഖാനെക്കാട്ടി ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഏതാ? ഇത് നമ്മുടെ പേര് പോയിക്കണേ, കായ്പിച്ചിട്ട് കൊടുക്കണം. കായ്പിച്ചിട്ട് കൊടുക്കണം. നമ്മളതിന്റെ പേര് മിസ്സായിക്കണല്ലേ? നാംഡോഗ്മയുണ്ട് ഇവിടെ. നാംഡോഗ്മൈന്റെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ബഷീർക്ക് ഓരോ പ്ലാന്റുകളും കൊടുക്കുന്നത്. ബഷീർക്ക് ഇതിപ്പോ ഏതാ, കുളമ്പാണോ? ഇത് നാംഡോഗ്മൈ, കുളമ്പ് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചാണുള്ളത്. കാലാപ്പാടി ഉണ്ട്. ഇവിടെ ഇതാണോ ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കണ ഈ ഒരു പ്ലാന്റ് നമ്മൾ എത്ര കൊടുക്കാൻ പറ്റുക? 4000 റുപ്യ കൊടുക്കും. ഈ ഒരു പ്ലാന്റ് കൊടുക്കല്ലേ? ഇന്ന് കോഴിക്കോട്ടേക്ക് പോകാനുള്ള വിയറ്റ്നാം സൂപ്പറിലാണല്ലേ? അപ്പൊ ഈ ഒരു പ്ലാവിന്റെ പ്രായപത്ര ഉണ്ട്? ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് വെച്ചത്. അത് ഒരു വർഷം കൊണ്ടാണ് ഇപ്പൊ അത് കായത്. ഈ ഡ്രമ്മിൽ വെച്ച് സെറ്റ് ആയി കിട്ടി. അപ്പൊ അതേപ്പോ നമ്മൾ കണ്ട പോലെയുള്ള തൈകൾ വെച്ചിട്ട് കുറച്ച് വലിയ തൈ വെച്ചാണ്, പറ്റ ചെറുതല്ല, ഒരു അടുത്തരം തൈ വെച്ചതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും വേണ്ട. നമ്മുടെ സാധാ എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക്, ചാണകപ്പൊടി, സ്ലറി ആയിട്ടുണ്ട് കൊടുക്കും. ഇതിപ്പോ നമ്മള് വിയറ്റ്നാം സൂപ്പറാറിൽ 1 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. കായോട് കൂടി കായൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളത് ഇതിനൊക്കെ നമ്മൾ എത്ര റേറ്റ് ഈടാക്കുക? 2500 വാങ്ങും നമ്മള്. അപ്പൊ ഡ്രമ്മിന് തന്നെ അത്യാവശ്യം വില വരുമല്ലോ. അപ്പൊ പിന്നെ 2500 വലിയൊരു എമൗണ്ട് ആണെന്നൊന്നും പറയാൻ വയ്യ. നമുക്ക് ചക്കയോട് കൂടിയിട്ടുള്ളത് സ്വന്തമാക്കല്ലേ? കൂടി 2500 കൊടുക്കും. കായോട് കൂടി വലിയ തൈകളാട്ടോ, ചെറിയ തൈയൊന്നല്ല. ഒരു 2 ആളായിട്ടുണ്ട്. നമ്മുടെ നഴ്സറിയിൽ കൊടുക്കാനായിട്ടുള്ള ബേറാപ്പിൾ ആണുള്ളത്. ബേറാപ്പിൾ ഇതൊക്കെ വലിയ വലിയ കായ് വരും കേട്ടോ. ഇതിലേറെയൊക്കെ ഇതിന്റെ ഡബിൾ വലുപ്പുണ്ടാവും. ഇപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾക്ക് എങ്ങനെ റേറ്റ്? 500 രൂപ. 500 രൂപ അല്ലേ? വലിയ തൈകൾ. ഇതിപ്പോ നമ്മൾ തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയതാണല്ലോ. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബേറാപ്പിളിന്റെ തന്നെ ഒരുപാട് തൈകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി കുറച്ച് പ്ലാന്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ. വരുന്നുണ്ട്, വലിയ പ്ലാന്റ് വരാനുണ്ട്. ഓക്കെ, ഈ ബാക്കിലുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണ് ഇവിടെ? റെഡ് ജാക്ക് ഉണ്ട്, ഡങ്സൂര്യ, വിയറ്റ്നാം സൂപ്പർ എർലി. അത് പ്ലാവിന്റെ ഒരുവിധം എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ഇതിലെല്ലാം കായ് വരണൊക്കെ ഉണ്ട് അവിടെ ഉള്ളിൽ. ഇത് തായ് ജംബോ സപ്പോർട്ടോ, അടിപൊളി തൈകളാ. അല്ല കായ് തായ് ജംബോ. ഇത് കാലാപ്പാടി, ഇത് നാംടോക്ക്. ഫുള്ള് അടിപൊളി പൂക്കളായതാട്ടോ. ഫുള്ള് നാംടോക്കുമായാണ് കേട്ടോ. അത് നമ്മളടി ഐറ്റുള്ള സാധനങ്ങളാണ്. നല്ല ഫുള്ള് പൂവും ചെറിയ ചെറിയ മാങ്ങയൊക്കെ ആയതുണ്ട്. ഇവിടെ ഉള്ളിലുണ്ട് ഇഷ്ടമാതിരി തൈകളുണ്ട്. അപ്പൊ നമ്മുടെ എത്തിച്ചു കൊടുക്കല കാര്യങ്ങളൊന്നുമില്ല. എല്ലാം എത്തിച്ചു കൊടുക്കണില്ല, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എടുക്കാം. ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട്. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്? മലപ്പുറം ജില്ല, മുണ്ടേങ്ങര കാർഷിക നഴ്സറി, എടവണ്ണ. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇപ്പോ? റേറ്റ് നമ്മൾ പറയണോ? നേരിട്ട് പോലും വിളിച്ചോട്ടെ, വിളിച്ചു പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും വലിയ റേറ്റ് നമ്മൾ വാങ്ങില്ല, ഓവർ റേറ്റ് ഉണ്ടാവില്ല. ഒക്കെ വിളിച്ച് അവർ അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അടുത്ത കാലൊക്കെ നഴ്സറികളിലൊക്കെ അന്വേഷിക്കുക,
അതിൻ്റെ ശേഷം ഇവിടേക്ക് വിളിച്ചാൽ മതി. ഇപ്പം നമുക്ക് പുതിയ ലോഡ് വന്നതാണ്. ഇതിപ്പോൾ നമ്മളിത് ഇറക്കാൻ പോവുകയാണ്. വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത്. നോടി പാറ്റാ ജംബോ പ്ലാന്റുകളാണല്ലോ ഇതിലൊക്കെ. ഓക്കെ, അപ്പോൾ ബഷീർക്കതാ പ്ലാന്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. അടക്കട്ടെ. നമ്മളെ ബേറാപ്പിളിൻ്റെ ഒക്കെ നല്ല തൈകൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ട്. 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലാന്റുകൾ നോക്കാം. ബഷീർക്ക്, അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ലോഡല്ലേ? പുതിയ ലോഡുകൾ ഇതാണ്. ഏതൊക്കെയുണ്ട് ഇപ്പോൾ ഇതിലിതാ റംബുട്ടാനൊക്കെ ഇറക്കണ കണ്ടോടി. വലിയ വലിയ പ്ലാന്റുകൾ, ജംബോ പ്ലാന്റുകളാണ്. ഈ ട്രിപ്പ് മൊത്തം അതാണല്ലേ? അതെ അതെ അതെ. തെങ്ങിൻ തൈകളുണ്ട്. തെങ്ങിൻ തൈ ഇതൊക്കെ നമുക്ക് കുറേ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഇപ്പം തന്നെ പോകും? അപ്പം തന്നെ പോകും. അതിന് അവിടുന്ന് കുറച്ച് കയറ്റാനും ഉണ്ട് നമ്മളാ പ്ലാൻ തന്നെ. തെങ്ങിൻ തൈ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇറക്കി വെക്കാം. ഇതിപ്പോൾ ഏതാ വെറൈറ്റി? ഇത് സണ്ണയ്ക്കുള്ള സണ്ണയ്ക്ക് കൊള്ളാനുള്ള ഗംഗാ പോണ്ടൊക്കെ പറയുന്നത്. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ഇവിടെ തന്നെ വെക്കാം. അവിടെ നമ്മൾ ബ്രൂൺ ചെയ്ത് ഇതായതാട്ടോ, സെറ്റാക്കിയതാ. അത്യാവശ്യം നല്ല കാലപ്പഴക്കമുള്ള തൈകളാണല്ലേ ഇത്? റംബൂട്ടാന്റെ ഏതാണ്? N80 ആണല്ലേ? പക്ഷേ റേറ്റ് പറയണ നമുക്ക്? റേറ്റ് പറയണ്ടല്ലേ? അപ്പൊ റേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയണമെന്നുള്ളവര് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. തട്ടാതെ അവിടെ വെച്ചാണ്. ഏ 40 ആണോ സൈസ് കവറ്? 30 ആണല്ലേ? ബഷീർക്ക വലിയ മാങ്കോസ്റ്റിനാണല്ലോ അടുത്ത്? അതെ അതെ അതെ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള മാവ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഡ്രമ്മില്. ബഷീർക്ക് ഏതാ വെറൈറ്റി? അത് ബാരാമസി അല്ലേ? അതൊക്കെ കൊണ്ടുപോകാല്ല. ഇത് പോവാണ് കൊടുക്കുന്നു. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ ബഷീർക്ക് വീണ്ടും ഇത് ഓർഡർ ചെയ്ത് വരുത്തുള്ളൂ. ഉണ്ട്, സാധനം ഉണ്ട്, ഇത്രയുണ്ട്. നമ്മള് വല്ല ഓവർ റേറ്റ് ആകുമ്പോഴേ അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ വരുത്തുള്ളൂ. അതെ, ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. മാങ്ങയോട് കൂടിയിട്ടുള്ളതല്ലേ? അത് കോഴിക്കോടേക്കാണ് പോണത്. സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ഒരു വീട്ടിലേക്കുള്ള പ്ലാന്റാണ്. ഇതിപ്പോ കൂടുതൽ പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ സെറ്റാക്കി കൊടുത്തു. വണ്ടി കഴിഞ്ഞ അവർ തന്നെയാണ്, വണ്ടിന്റെ കൂലിയൊക്കെ അവർ തന്നെയാണ്. അവര് വിട്ടതാണല്ലോ? വണ്ടി നമ്മൾ പൊളിച്ചു, ഒരു വണ്ടിക്കൂലി അവർ കൊടുക്കും. വണ്ടിക്കൂലി കൊടുക്കും. അതായത് കൂടുതൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കും. ഇത് വലിയ വലിയ പ്ലാന്റ് ആണല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഒറ്റ വീട്ടിലേക്കുള്ളതാണ്? ഒറ്റ വീട്ടിലേക്കുള്ള. ജംബോ പ്ലാന്റുകളാണല്ലോ? ജംബോ പ്ലാന്റുകൾ.